ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടത്തിന്റെ വീര്യം ചോരാതെ സ്വാതന്ത്ര്യ സമര പെൻഷന് വേണ്ടി നടത്തിയ നിയമ പോരാട്ടത്തിൽ വിജയം നേടിയ ഒരു 103 വയസ്സുകാരനെ പരിചയപ്പെടാം ഇനി. തിരുവനന്തപുരം സ്വദേശി നാണു ഗോപി എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സ്വാതന്ത്ര്യ സമര പെൻഷൻ അർഹതയുണ്ടെന്ന ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും സമ്പാദിച്ചത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ INA ഗറില്ല റെജിമെന്റിൽ അംഗമായിരുന്ന നാണുവിന്റെ മനസ്സിൽ ആ ഓർമ്മകൾ ഇപ്പോഴും ജ്വലിച്ചു നിൽപ്പുണ്ട്. 103-ാം വയസ്സിൽ ഒരു നിയമ പോരാട്ടത്തിൻ്റെ വിജയകഥ പറയുകയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ വർക്കല സ്വദേശി നാണു ഗോപി. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പെൻഷൻ കേന്ദ്ര സർക്കാർ നേരത്തെ നിരസിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് ആശാവഹമായിട്ടുള്ളൊരു മറുപടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പിന്നാലെ അദ്ദേഹം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂല ഉത്തരവ് അദ്ദേഹത്തിന് വന്നിരിക്കുകയാണ്, അല്ലേ? ഹൈക്കോടതിയുടെ നീതിന്യായത്തെ ഞാൻ വളരെ മാന്യത കൽപ്പിക്കുന്നു. നീതി എനിക്ക് ലഭിച്ചതിൽ സന്തോഷമുണ്ട്. താങ്കൾ ഈ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ INA അംഗമായത് 1942 താങ്കളന്ന് സിംഗപ്പൂരിലായിരുന്നു, അല്ലേ? The year of 1939 I in സിംഗപ്പൂർ. ആ ഘട്ടത്തിൽ വെച്ചാണ് ഈ INA അംഗമായത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ ഇന്ത്യക്കാരും യുദ്ധത്തിൽ പങ്കാളിയാവണം. അതാണ് നമ്മുടെ ആവശ്യം. അവിടെ വെച്ച് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പോരാടി. എങ്ങനെയായിരുന്നു? നമ്മുടെ യുദ്ധസാമഗ്രികളെല്ലാം 75% മേഡ് ഇൻ ജപ്പാൻ ആൻഡ് 25% മേഡ് ഇൻ ജർമ്മനി. ഒളിപ്പോറിൽ യുദ്ധം ചെയ്യാനേ പറ്റൂ. കാരണം അവർക്കെല്ലാം നവീനമായിട്ടുള്ള വെപ്പൺസ് ഉണ്ട്. 1942 to 45 സറണ്ടർ ടു ബ്രിട്ടീഷ് ആർമി. എത്ര നാൾ അവിടെ ജയിലിൽ കിടന്നു? 8 months and 6 days. നേതാജിയുമായുള്ളൊരു ബന്ധം എങ്ങനെയായിരുന്നു? നേതാജി വളരെ നല്ല മനുഷ്യനും ഇന്ത്യക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറായ ഒരാളാണ്. എന്നോട് മറ്റുള്ളവർക്കും എല്ലാവരെയും ഒരേപോലെ കാണുകയും സ്നേഹവും ബഹുമാനവും കൊടുത്ത ഒരു വ്യക്തിയാണ്. ആളൂർ അസോസിയേറ്റ്സ് ആണ് ഈ നാണു ഗോപി എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കേസുകൾ കൈകാര്യം ചെയ്തത്, അല്ലേ? ഇതൊരു വിജയമാണ്, പോരാട്ട വിജയം. പ്രധാനമായിട്ടും സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് 1 വർഷത്തിൽ കൂടുതൽ ഒരാൾ സഹതടവുകാരനായിട്ട് ജയിലിൽ കഴിയണം. പക്ഷേ ഇദ്ദേഹത്തെ ശിക്ഷിക്കാത്തത് കൊണ്ടും ശിക്ഷിച്ച ഒരു പ്രതി ആണ് എങ്കിൽ മാത്രമേ 1 വർഷത്തിന് നിയമം ബാധകമുള്ളൂ എന്നും വെറും 6 മാസം മാത്രം ജയിലിൽ സഹതടവുകാരനായി കിടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് റദ്ദാക്കുകയും 1 മാസത്തിനുള്ളിൽ ഈ പറയുന്ന നടപടികൾ എടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് മുസ്തഖിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഓർഡർ വരികയും ചെയ്തു. ഈ പ്രായത്തിലും വലിയൊരു പോരാട്ടം അദ്ദേഹം നയിച്ചു. അതിൽ വിജയമുണ്ടായിരിക്കുകയാണ്. അപ്പോഴും ഈ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ ഒരു പെൻഷന് വേണ്ടി പോകുന്ന ഘട്ടത്തിൽ നേരിടേണ്ടി വരുന്നൊരു ബുദ്ധിമുട്ടും അദ്ദേഹം വിവരിക്കുമ്പോൾ അതും ഒരു ദൗർഭാഗ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ചില രേഖകളുടെയും ചില കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അനുകൂല വിധി ലഭിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.